ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങൾ ചിലത് പറയേണ്ട അല്ലേലും വയ്യാന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ? കൈ താത്താൻ ഞാൻ പറഞ്ഞോ? പൊക്കി പിടിക്കുക. ഒക്കേത്തിനും വയ്യ കേട്ടോ. പൊക്കി പിടിക്കുക, പൊക്കി പിടിക്കുക, പൊക്കി പിടിക്കുക. ചിലർ പറയേണ്ട എൻ്റെ അച്ഛ അല്ലേലും വയ്യ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ആണോ? ആണോ? അല്ല. കൈ പൊക്കി പിടിക്കുക, രണ്ട് കര ഉയർത്തി പിടിക്കുക. എന്നിട്ട് കല്യാണി പറഞ്ഞേ, ഒന്നും കൂടി, ഒന്നും കൂടി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറയാം. കൈതാത്തനാരാ പറഞ്ഞേ? പൊക്കി പിടിക്കും, പൊക്കി പിടിക്കും. കഴിച്ചേണ്ടത് കാരണം എന്തറിയോ? ഇന്ന് നിങ്ങൾ വായിച്ചു കേട്ട വചനഭാഗം നിങ്ങൾ കേൾക്കണം. ആ ന്യായാധിപന്റെ മുമ്പിൽ ഒരു വിധവയായ സ്ത്രീ വന്നിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെടാം, എനിക്ക് നീതി നടത്തി കിട്ടണം, നീതി നടത്തി കിട്ടണം. പക്ഷേ അവന്റെ മുമ്പിൽ നീതി നടത്തി കിട്ടണ വരെ ആ സ്ത്രീ നിന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പണ്ടത്തെ കാരണവന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് കേട്ടോ. കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് കർത്താവിന്റെ മഹത്വത്തെ ഓർത്ത് പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. ഇത് നമുക്ക് പറ്റുമോ? പറ്റുമോ? ഇല്ല. ക്ഷീണം കേട്ടോ, ഭയങ്കര ക്ഷീണമുള്ളവരെ നമ്മൾ കൈ പൊക്കി പിടിക്കി, പൊക്കി പിടിക്കി. എനിക്കറിയാം പലതിൻ്റെയും കൈ താന്നോണ്ടിരിക്കുക. എനിക്കറിയാം കേട്ടോ, കൈ വേദനിക്കാൻ വേണ്ടി പിടിപ്പിച്ചേക്കണതാ. എനിക്കറിയാം നിങ്ങളുടെ കൈ വേദനിക്കുന്നുണ്ട്. പിടിപ്പിച്ചേക്കണത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കറിയാം എന്തിനെ പിടിപ്പിച്ചേക്കണേന്ന്. നമ്മളൊക്കെ ഓർത്തേക്ക് നമ്മുടെ പണ്ടത്തെ കാരണന്മാർ രണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി. ഞാനൊക്കെ പറയും പണ്ടത്തെ കാരണന്മാർ അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഓർത്ത് ഈ ചേരലൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ മുട്ടുകുത്തി മുട്ട് പൊട്ടി പ്രാർത്ഥിച്ചതാ. നമ്മളൊക്കെയാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പൊന്നോ കേട്ടോ. പ്രാർത്ഥന എന്നാ ഭയങ്കരോ കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ. കൈ വേദനിക്കണ്ട ഇല്ലേ? അങ്ങനെ പിടിച്ചോ കേട്ടോ, നന്നായി. കൈ പിടിക്ക. പിന്നല്ല പറഞ്ഞ കൈ വേദനിക്കില്ലെന്ന്. താത്ത് ഇച്ചിരി മനുഷ്യനെ പറ്റി എനിക്ക് കൂടുതലായി പോയി, അതുകൊണ്ട് ഞാൻ താത്തിക്കണം. ഞാൻ എന്തിനെന്ന് പറഞ്ഞറിയോ? നമ്മുടെയൊക്കെ പണ്ടത്തെ കാരണവന്മാരെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വന്നപ്പോ, സങ്കടങ്ങൾ വന്നപ്പോ, വേദനകൾ വന്നപ്പോ അവരൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്കൊക്കെ ക്ഷീണമാ കേട്ടോ, ഭയങ്കര ക്ഷീണമാ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് കൈവയ്ക്ക്. എല്ലാ ദിവസവും എന്റെ പൊന്നു ഒടുക്കത്തെ തണുത്. എല്ലാ ദിവസവും സത്യമായിട്ടും ഇത്രയും പേര് പ്രാർത്ഥിക്കണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാത്തവരില്ലേ? ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് പലപ്പോഴും CSI സഭയെ കുറിച്ച് പറയുന്നത് പ്രാർത്ഥിക്കുന്ന മക്കളാണെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരു CSIയുടെ വീട്ടിലാ, അത് പ്രാർത്ഥനയോടുള്ള വീട്ടില. ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ, അച്ഛാ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛാ എനിക്കതിന് നിങ്ങളുടെ പ്രാർത്ഥന രീതിക്കൊന്നും എനിക്കറിയത്തില്ല. അച്ഛൻ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രാർത്ഥന കേട്ടോ. പാട്ടൊക്കെ പാടി അല്ലെ. നിങ്ങളുടെ അരുണച്ചൻ CSI സഭയിൽ അരുണച്ചനില്ലേ, അരുണച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. എനിക്ക് അതിന്റെ നല്ലൊരു സുഹൃത്താണ് കേട്ടോ അരുണച്ചൻ. അരുണച്ചന്റെ വീട്ടിൽ ചെന്നപ്പോൾ അരുണച്ചൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഒന്നിച്ച് ആ പള്ളിയിൽ ധ്യാനിപ്പിക്കേണ്ടതാ. അച്ഛന്റെ വീട്ടിൽ ഞാൻ താമസിച്ചേ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ജിനോച്ച നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കങ്ങനെ നിങ്ങളുടെ ശൈലികളൊന്നും അറിയത്തില്ല, എങ്ങനെ ചെയ്യുന്നതെന്നും അറിയത്തില്ല. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി, വേറെ ഒന്നും അച്ഛൻ അറിയണ്ട. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി. ഗംഭീര പ്രാർത്ഥനയുണ്ട് കേട്ടോ. പാട്ടൊക്കെ പാടി, രണ്ട് പിള്ളേരുടെ അച്ഛന് കൈയൊക്കെ അടിച്ച് കൃത്യമായിട്ട് സ്തുതിച്ച് ഭയങ്കര രസമാണ് പ്രാർത്ഥന കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെയാണോ? പാട്ടൊക്കെ പാടോ? എന്നിട്ട് എന്ത് ചെയ്യും? വചനമൊക്കെ വായിക്കും, ബൈബിളൊക്കെ വായിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വചനമൊക്കെ വായിക്കും, ബൈബിളൊക്കെ വായിക്കും. എന്തെങ്കിലും ആവട്ടെ, ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും. കാരണം എന്നറിയോ, നമ്മളൊക്കെ ജീവിക്കുന്നത്, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് ഒന്ന് വെച്ച് തുടങ്ങാം. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ദിവസം പറഞ്ഞു, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടാകില്ല. എന്ത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാമോ? പാടില്ല. ഒരു മകൻ അപ്പനോട് കാര്യങ്ങൾ പറയണ പോലെ, ഒരു മകള് അപ്പനോട് കാര്യങ്ങൾ പറയണ പോലെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. തന്നില്ലെങ്കിലും തരാനുള്ളത് നമ്മൾ തരും. ഇന്ന് വായിച്ചു കേട്ട വിധവ ന്യായാധിപന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണ പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് നീതി നടത്തി തരുന്നവരെ എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണീര് കണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ടായിരുന്നു വരില്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ടായിരുന്നു വരില്ല. പക്ഷേ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തരുത്. കാരണം നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ്.
ദൈവം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ വൈകരുത്, പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകരുത്. രണ്ടാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞേ ഇന്നലെ എന്താ പറഞ്ഞേ? തീർന്നു, ഒന്നും കേട്ടില്ല കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞേ? ചില പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? എന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം കേട്ടോ. എന്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്റെ ജീവിതം നല്ലതാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ. എന്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ദൈവത്തിന് നടത്തി തരാൻ പറ്റുള്ളൂ. അപ്പൊ